വാട്സപ്പ് ഗൈസ്, ഞാൻ ഇന്നലെ തിയേറ്ററിൽ പോയാൽ കണ്ട് ക്രേസി പുതിയ ഹിന്ദി ഫിലിമാണ്. ഈ മൂവിയുടെ ജോണർ എന്താണെന്ന് വെച്ചാൽ ഒരു ക്രൈം ത്രില്ലർ ജോണറാണ്. ഇതിൻ്റെ മൂവിയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വൺ ക്യാരക്ടർ ഫിലിം. ഒരേ ഒരു ക്യാരക്ടറേ ഉള്ളൂ ക്യാമറയുടെ മുമ്പിൽ ഫിസിക്കലായിട്ട്. വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, ബട്ട് അവർ ഓവർ ഫോൺ കോളാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ കുറേ സിമിലർ മൂവീസ് ഹോളിവുഡിലുണ്ട്. ലോക്ക് എന്ന് പറഞ്ഞ് ടോം ഹാർഡിയുടെ ഒരു മൂവിയുണ്ട്. അതിൻ്റെ അകത്തും സിമിലർ സെറ്റിംഗ് ആണ്. പുള്ളി ഒരു വണ്ടിക്കകത്താണ് ഓവർ ഫോൺ കോൾസ് വേറെ ക്യാരക്ടറുമായിട്ട് പുള്ളി സംസാരിക്കുന്നത്. ദെൻ മേ ബി ജേക്ക് ജിലനോളിൻ്റെ ഒരു മൂവിയുണ്ട് ബറിഡ്. അതിൻ്റെ അകത്ത് സിറ്റുവേഷൻ ഇസ് ഡിഫറെൻ്റ് ആണ്. പുള്ളിക്കാരൻ ഈസ് ബറിഡ് ഡീപ്പ് ഇൻസൈഡ് ദ ഗ്രൗണ്ട്. എങ്ങനെ പുള്ളി എസ്കേപ്പ് ചെയ്യുമോ ഇല്ലയോ അതാണ് സ്റ്റോറി. സോ സിമിലർ മൂവീസാണ്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. സോ ക്രേസി. ഈ മൂവിയുടെ വൺ ലൈൻ റിവ്യൂ എന്നോട് ചോദിക്കുവാണെങ്കിൽ നോട്ട് സോ ക്രേസി ആഫ്റ്റർ ഓൾ. ഈ മൂവിയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് സിംഗിൾ ക്യാരക്ടറാണ് ഡോക്ടർ അഭിമന്യു. പുള്ളി ഒരു സർജനാണ്. പുള്ളി ഒരു ദിവസം പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഒരുങ്ങി കെട്ടി ഇറങ്ങി. പുള്ളിയുടെ കയ്യിലൊരു ബാഗുണ്ട്. ആ ബാഗിൻ്റെ അകത്ത് നിറച്ച് ക്യാഷാണ്. 5 കോടി രൂപയാണ്. പുള്ളി ആക്ച്വലി ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ എന്തോ കേസാണ്. അത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ പുള്ളി ജയിലിൽ. അപ്പോൾ ഇങ്ങനെ പുള്ളി പോവാണ് വണ്ടിക്കകത്ത്. അപ്പം പുള്ളിക്ക് ഒരു ഫോൺ കോൾ വരുന്നു, പുള്ളിയുടെ മോളിനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് റാൻസമായിട്ട് 5 കോടി രൂപയാണ് ചോദിക്കുന്നത്. ഐ മീൻ ഇസൻറ്റ് ഇറ്റ് നോട്ട് ഫണി? പുള്ളിയുടെ ഓൾറെഡി 5 കോടി രൂപയുണ്ട്, റാൻസവും 5 കോടിയാണ്. അപ്പം പുള്ളി അങ്ങനെ കൺഫ്യൂസായി. ഈസ് ഇൻ എ സിറ്റുവേഷൻ റൈറ്റ് നൗ. സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പുള്ളി ജയിലിൽ പോകത്തില്ല, പക്ഷേ പുള്ളിയുടെ മോള് മരിച്ചു പോകും. പിന്നെ പുള്ളിയുടെ മോളെ രക്ഷപ്പെടുത്താൻ പോയാൽ ആ പൈസ അവിടെ കൊടുത്താൽ പുള്ളിയുടെ മോൾ രക്ഷപ്പെടും, പക്ഷേ പുള്ളി ജയിലിൽ പോകും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് സിറ്റുവേഷനാണ്. സോ ദാറ്റ്സ് ദി ഓവറോൾ പ്ലോട്ട് ഓഫ് ദ ഫിലിം. ഇനിയും ഇതിൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഫസ്റ്റ് പോസിറ്റീവ്, കണ്ടിന്യൂഷൻ ഓഫ് ദ സ്റ്റോറി. ഒരു ഇൻട്രസ്റ്റിംഗ് പ്രമൈസാണ് അലോങ് വിത്ത് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ പുള്ളി ഫേസ് ചെയ്യുന്ന ആ വിയേർഡ് സിറ്റുവേഷൻ, 2-way സിറ്റുവേഷൻ. അതിൻ്റെ കൂടെ രാവിലെ മുതൽ പുള്ളിയുടെ കൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ വളരെ ഞാൻ പറഞ്ഞില്ല അൺലക്കി ഡേ ആണ്. വളരെ വിയേർഡ് ആൻഡ് ബാഡ് തിങ്സ് ആർ ഹാപ്പനിങ് ടു ഹിം സിൻസ് മോർണിംഗ്. വണ്ടി ഇറങ്ങി ഗറാജിൻ്റെ പുറത്തിറങ്ങിയപ്പം തന്നെ ഒരു വണ്ടിയുമായിട്ട് ഓൾമോസ്റ്റ് കൊളൈഡ് ആകാൻ പോയി. പിന്നെ വിയേർഡ് തിങ്സ് ഹാപ്പനിങ്. എവറി 10-15 മിനിറ്റ്സിൻ്റെ ഇൻ്റർവെല്ലിൽ ഓരോ വിയേർഡ് തിങ്സ് പുള്ളിയോട് സംഭവിക്കുകയാണ്. ദ കോമ്പിനേഷൻ ഓഫ് ദിസ് പ്ലസ് ദ സിറ്റുവേഷൻ ദാറ്റ് ഈസ് ഇൻ, അത് ഓവറോൾ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊമൈസാണ്. സെക്കൻഡ് പോസിറ്റീവ്, ഇമേഴ്സീവ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇമേഴ്സീവ് സ്റ്റോറി ടെല്ലിംഗ് ഇൻ ദ സെൻസ് എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ മൂവിയുടെ സ്റ്റാർട്ടിങ് 15 മിനിറ്റ്സ് നമുക്ക് ഓവറോൾ കോണ്ടെക്സ്റ്റ് ഒക്കെ ഇപ്പോൾ അറിയത്തില്ല എന്തോ സംഭവിക്കുന്നത്. ആസ് ഐ സെഡ്, ജസ്റ്റ് വിയേർഡ് തിങ്സ് ഹാപ്പനിങ് വിത്ത് കൊളിഷൻ ആകുന്നു, പിന്നെ കാക്ക തൂറുന്നു പുള്ളിയുടെ വണ്ടിയുടെ മേളിൽ, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ, ബട്ട് ഇറിറ്റേറ്റിംഗ് തിങ്സ് ആർ ഹാപ്പനിങ് ടു ഹിം. അപ്പം ഇതൊക്കെ സംഭവിക്കുമ്പം ആസ് എ വ്യൂവർ അപ്പം നമുക്ക് കോണ്ടെക്സ്റ്റ് ഒന്നും കിട്ടിയില്ല എന്തോ സംഭവിക്കുന്നത്. പുള്ളിക്ക് കുറേ ഫോൺ കോൾസ് വരുന്നുണ്ട്, അതിൻ്റെ അകത്തും പുള്ളിക്ക് ജസ്റ്റ് ബാഡ് ന്യൂസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആസ് എ വ്യൂവർ വി ആർ ലൈക്ക് എന്താണ് സംഭവിക്കുന്നത് മാൻ, ജസ്റ്റ് ഗോ ഓൺ മൂവ്. ആൻഡ് വി ഫീൽ വെരി വിയർഡ് ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്. ബട്ട് ദെൻ വെൻ ഐ തോട്ട് അബൌട്ട് ഇറ്റ് ലേറ്റർ, എനിക്ക് പിടികിട്ടി ദ ഫിൽം മേക്കേഴ്സ് വർ ട്രൈങ് ടു നമ്മളെ ആ ക്യാരക്ടറിൻ്റെ സെയിം സിറ്റുവേഷനിൽ അവർ പുട്ട് ചെയ്യുമായിരുന്നു. ഫോർ അസ് ഓൾസോ എന്തോ നടക്കുന്ന സ്ക്രീനിൽ വാസ് വെരി വിയർഡ്. ആ സെയിം ഇമോഷൻസ് ആണ് ആ ക്യാരക്ടറും ഫേസ് ചെയ്യുന്നത്. എന്താണ് എന്നോട് സംഭവിക്കുന്നത്, ഇത് എന്താണ് നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സോ ദാറ്റ്സ് വൈ ഐ എം സേയിങ് ഇമേഴ്സീവ് സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു. പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞ് ഈ മൂവിക്കകത്തൊരു 20-25 മിനിറ്റ്സിൻ്റെ സീക്വൻസ് ഉണ്ട് ഗൈസ്. അമേസിങ് സീക്വൻസ്. ഒരേ സമയത്ത് തന്നെ 3-4 ഡിഫറെൻറ്റ് ബാഡ് സിറ്റുവേഷൻസ് പുള്ളി വന്ന് ആൻഡ് ഹൗ ഹി ഹാസ് ടു ഡീൽ വിത്ത് ഓൾ ഓഫ് ദെം അറ്റ് ദ സെയിം ടൈം. റിയലി ഗുഡ് 20-25 മിനിറ്റ്സ് സീൻ ഗൈസ്. ഐ മീൻ ഹിന്ദി സിനിമയുടെ റീസെൻറ്റ് പാസ്റ്റിൽ ഇറങ്ങിയേക്കുന്ന ബെസ്റ്റ് 20-25 മിനിറ്റ്സ് ഓഫ് ടെൻഷൻ ഇൻഡ്യൂസിങ് സീൻ. ഇതിൻ്റെ അകത്ത് കുറേ വയലൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് കുറച്ച് ഗോറൊക്കെ ഉണ്ട്. നമ്മുടെ മാർക്കോയ്ക്കകത്ത് കാണിക്കുന്ന ഗോറിനെക്കാട്ടിലും കൂടുതൽ ഗോറാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ബട്ട് ദാറ്റ് 20-25 മിനിറ്റ് സീക്വൻസ് വാസ് റിയലി നൈസ്. Then the third positive about the film is the acting. ഒരേ ഒരു ക്യാരക്ടറേ ഉള്ളൂ, സോഹം ഷാ. പുള്ളി തുമ്പാദിലൊക്കെ വന്ന് ഫേമസ് ആയ ആളാണ്. പുള്ളിയുടെ ആക്ടിങ്, പുള്ളി പോകുന്ന ഇമോഷൻസ് എല്ലാം ആങ്കർ, ഫ്രസ്ട്രേഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു നോട്ടീസ് ദറ്റ് ഹീസ് എ സർജൻ. സർജൻസിൻ്റെ മെയിൻ ക്വാളിറ്റി എന്ന് വെച്ചാൽ ദേ ഹാവ് ടു ബി കാം ആൻഡ് കമ്പോസ് ബിക്കോസ് ഇറ്റ്സ് എ വെരി റിസ്കി ജോബ്. അപ്പം എങ്ങനെ പുള്ളി anger, frustration, that situation, but at the same time how he's dealing through those situations, in a very calm and composed manner.
സോ ഇങ്ങനത്തെ ഒരു റോള് പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി നല്ല റേഞ്ച് വേണം. ആ റേഞ്ച് പുള്ളിയുടെ കയ്യിലുണ്ട്. പുള്ളി നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻ ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ദാറ്റ് ഈ മൂവിക്കകത്ത് നമ്മുടെ മലയാളത്തിലെ നിമിഷ സജയൻ ഉണ്ട് ഗൈസ്. ഷീസ് ഈ ക്യാരക്ടറിൻ്റെ എക്സ് വൈഫാണ്. ഫിസിക്കലി ഇല്ല, ബട്ട് ഓവർ ഫോൺ കോൾ നിമിഷ സജയനുണ്ട്. പുള്ളിക്കാരത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് കാണാം നമുക്ക്. പുള്ളിക്കാരത്തിൻ്റെ ശബ്ദം എല്ലാം ഡബൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് റിയലി ഗുഡ് ഹിന്ദി യാർ. നിമിഷ സജയൻ്റെ ഹിന്ദി ഈസ് വെരി നൈസ്. So yeah, Nimisha Sajayan is also there. An interesting point about this film. So the acting is very good. Then the fourth positive about this film is really good camera work. ഈ മൂവിയുടെ 90% ഷോട്ട്സ് ഒരു വണ്ടിക്കകത്താണ്. ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരേ ആക്ടറുമാണ്. പിന്നെ 90% ഷോട്ട്സ് ഒരേ പ്രമൈസിൽ തന്നെയാണ്, ഒരു വണ്ടിക്കകത്താണ്. അപ്പം ദർ ആർ ചാൻസസ് ദ ഓഡിയൻസ് ഗെറ്റിംഗ് ബോർഡ്. ഞാൻ ടോം ഹാർഡിയുടെ ലോക്ക് എന്ന് പറഞ്ഞൊരു മൂവി പറഞ്ഞിട്ട് അത് ഞാൻ കണ്ടപ്പം ഇച്ചിരി ബോറായിരുന്നു. സെയിം പ്രമൈസ്, സെയിം ആൾ. ബട്ട് ഇതിൻ്റെ അകത്ത് ക്യാമറ വർക്ക് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ എ വെരി 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 എക്സൈറ്റിംഗ് മാനർ. വണ്ടിയുടെ പുറത്തുനിന്ന് ഇങ്ങനെ റിവോൾവിങ് ഷോട്ട്സ്, വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പം ആഡിങ് മോഷൻ ടു ദ ക്യാമറ. പിന്നെ വണ്ടിക്കകത്താണെങ്കിലും ചിലപ്പം ഡയറക്റ്റ് ഷോട്ട്സ് ആണ്, ഡയറക്റ്റ് ക്യാരക്ടറിന് വേണ്ടി, ചിലപ്പം റിഫ്ലക്റ്റിംഗ് ഷോട്ട്സ് ആണ്, മിററിൻ്റെ അകത്തു നിന്നാണ് ക്യാരക്ടറിനെ കാണിക്കുന്നത്, റിയർ വ്യൂ മിറർ, സൈഡ് വ്യൂ മിറർ. പിന്നെ ചില ഷോട്ട്സ് ഉണ്ട്. ക്യാമറ വർക്ക് ആൻഡ് ഓൾ ഈസ് വെരി ഇംപ്രസീവ്, ബിക്കോസ് ഓഫ് വിച്ച് നമ്മൾ ബോറായിട്ട് ഫീൽ ചെയ്തില്ല. ദ സിറ്റുവേഷൻ ഈസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ്, പ്ലസ് ദ ക്യാമറ വർക്ക് ഈസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ്. സോ ദോസ് വർ ദ പോസിറ്റീവ്സ് അബൌട്ട് ദിസ് ഫിലിം. നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ രണ്ട് റിയലി ബിഗ് നെഗറ്റീവ്സ് ആണ്. ഫസ്റ്റ്ലി ദ ക്ലൈമാക്സ്. വളരെ ഞാൻ പറഞ്ഞത് എന്തുവാണ്, ഒരു വല്ലാത്തൊരു ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് റിവീൽ ആയപ്പം സ്ക്രീനിൽ ഒരു പോസ് ഉണ്ടായിരുന്നു. ആ പോസിൽ ഫുൾ തിയേറ്റർ ഒരുമിച്ച് ഇതെന്താണ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ ക്ലൈമാക്സിൻ്റെ അകത്ത്. സോ വെരി പോളറൈസിങ് ക്ലൈമാക്സ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ഒരു മിഡിൽ ഗ്രൗണ്ടിലാണ്. ബിക്കോസ് ലേറ്റർ വെൻ ഐ തോട്ട് അബൌട്ട് ഇറ്റ്, ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് സംഭവിക്കാം, ഇമ്പോസിബിൾ സിനാറിയോ ഒന്നുമല്ല, സംഭവിക്കാം. പക്ഷെങ്കിൽ സ്റ്റിൽ ഐ എം ലൈക്ക് ഇതെന്താണ് സംഭവിച്ചേക്കുന്നത്. ബട്ട് ദെൻ ദ സെക്കൻഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് നെഗറ്റീവ് അബൌട്ട് ദിസ് ഫിലിം ഈസ് മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഈ ഫിലിമിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തേക്കുന്ന വിശാൽ ഭരദ്വാജ് ആണ്. ഫേമസ് ബോളിവുഡ് ഡയറക്ടറാണ് പുള്ളി. റിയലി ഗുഡ് മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് കമ്പോസ് ചെയ്യുന്നത് ജനറലി. പക്ഷേ ഇതിൻ്റെ അകത്ത് വന്നിട്ട് പുള്ളി എന്താണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ഒരു കാര്യത്തിനും കൊള്ളാത്ത പാട്ടുകളും ഒട്ടും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാത്ത BGM-ഉം. ക്ലൈമാക്സ് വെരി പോളറൈസിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ക്ലൈമാക്സിൻ്റെ സമയത്ത് നടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ്സും ഇതെല്ലാം വളരെ വളരെ മോശമാണ്. അത് കാരണം ആ ക്ലൈമാക്സിൻ്റെ ഇമ്പാക്റ്റ് ഫെർദർ ഡിറ്റോറിയേറ്റ് ആവുകയാണ്. സ്റ്റോറിയെ അപ്ലിഫ്റ്റ് ഒട്ടും ചെയ്തില്ല ഈ മൂവിയുടെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. പിന്നെ വല്ലാത്ത ലിറിക്സാണ്. ലിറിക്സ് എഴുതിയിരിക്കുന്ന ലെജൻഡറി ഗുൽസാർ സാബാണ്. പുള്ളിയുടെ ലിറിക്സാണോ ഇതൊക്കെ? ഇതിൻ്റെ അകത്തൊരു പാട്ടുണ്ട്, അഭിമന്യു ചക്രവ്യൂമേ ഫസാത്തു. ഇതെന്താണ്, എന്ത് ലിറിക്സാണിത്? ഓവറോൾ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വാസ് വെരി ബാഡ്. ഞാൻ ഓവർ സ്റ്റേറ്റ് ചെയ്ത് പറയുമല്ല, വെരി ബാഡ്. സോ ദാറ്റ് വാസ് മൈ റിവ്യൂ ഓഫ് ക്രേസി. ഡീസൻറ്റ് വൺ ടൈം എൻഗേജിങ് ഫിലിമാണ്. ഏകദേശം മൂവി തുടങ്ങിയപ്പം സ്റ്റോറിയുടെ പ്രമൈസും ആക്ടിങ്ങും ത്രില്ലും ഇമോഷൻസും എല്ലാം കാരണം ഗ്രാഫിക്കിൻ്റെ മേളിലോട്ട് പോവുകയാണ്. 4 out of 5 റേറ്റിംഗിൽ പോവുകയാണ്. ബട്ട് ഈ രണ്ട് മേജർ നെഗറ്റീവ്സ് കാരണം അതിങ്ങനെ താഴോട്ട് വലിച്ച് 3 out of 5 ഇസ് ദ റേറ്റിംഗ് വിച്ച് ഐ വിൽ ഗിവ് ദിസ് ഫിലിം. വൺ ടൈം ഡീസൻറ്റ്. തിയേറ്ററിൽ പോയി കാണണോ വേണ്ടിയോ, സമയമുണ്ടെങ്കിൽ പോയി കാണാം. സോ ദാറ്റ്സ് മൈ റിവ്യൂ ഓഫ് ദ ഫിലിം ക്രേസി. സീ യു ഇൻ ദ നെക്സ്റ്റ് റിവ്യൂ. ബൈ.